കൃത്യമായിട്ട് ഫുഡൊക്കെ കിട്ടുമോ അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്? ഫുഡിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ആൾക്കാർ അതായത് ഈ പറഞ്ഞില്ല 2000 പേരും 3000 പേരൊക്കെ ഷൂട്ടിന് വരുമ്പം അവർക്ക് തികയാതെ വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ചെയ്തൊരു കടുവ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ബഹളമൊക്കെ ആയതാണ്. സത്യം പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ ശരിക്കും ആദരിക്കേണ്ടതാണ്. ശരിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞൊരു സിനിമയാണ് പച്ചക്കുതിര. അത് ദിലീപേട്ടൻ്റെ ആനന്ദക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് ശരിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു ജീവിതം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവർ പോകുന്ന കഷ്ടപ്പാടുകൾ, അവർ കൂടി എന്തൊക്കെ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ, ഒരു ദിവസം അവർ സിനിമയിൽ ഇറങ്ങിക്കുന്ന അവർ മൂലം സിനിമയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം പച്ചയായിട്ട് വരച്ച ഒരു സിനിമയായിരുന്നു പച്ചക്കുതിര. മെയിനായിട്ട് ആകാശ് മേനോൻ്റെ കഥയാണെങ്കിലും അതേ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു വിഷമതകൾ വന്ന് പച്ചയ്ക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു സീനെങ്ങാണ്ട് അവരെ തെറ്റുപോയി അവർക്ക് കിട്ടുന്ന കളിയാക്കലുകൾ, ആക്ഷേപങ്ങൾ അതൊക്കെ നടന്മാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു കഷ്ടപ്പാടിലൂടെയാണ് ഇവർ ജീവിക്കുന്നത്. അവർ ശരിക്കും ഫുഡ് കിട്ടുന്നുണ്ടോ അതുപോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഓരോരും അന്നത്തിനൊക്കെ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുകയെന്ന് അറിയാം. ശരിക്കും മറ്റുള്ളവർ കഷ്ടപ്പെടണില്ല എന്ന് പറയുന്നില്ല. മറ്റേ സകല ആളുകളും മറ്റേ നടൻ, ആക്ടർ, സംവിധായകർ, എഴുത്തുകാർ ഇവരൊന്നും കഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരും കഷ്ടപ്പെടും. പക്ഷേ ഏറ്റവും ടഫായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുകയെന്ന് അറിയാം. ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റ്, ഒന്ന് സ്റ്റണ്ട് ചെയ്യുന്നവർ. അവർ മരണത്തോട് മല്ലടിച്ചാണ്. പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റേക്കാളും ഒരുപടി കഷ്ടപ്പെടുന്നത് വേണമെങ്കിൽ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഇഞ്ചുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റണ്ട് യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു. ലാലേട്ടൻ്റെയൊക്കെ ഒരു കണ്ടായിരുന്നല്ലോ. മറ്റേ തല അജിത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓളം വെച്ച് തമിഴ്നാട്ടിലൊക്കെ. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു റീയൂണിയനോ സംഭവങ്ങളൊന്നും ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല. ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജോയിച്ചേട്ടൻ മുന്നിൽ തന്നെയുണ്ട്, കലാഭവൻ മണിച്ചേട്ടൻ, അതുപോലെ തന്നെ ജയസൂര്യ, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്കും എന്തെങ്കിലുമൊക്കെ ഇവർക്കൊരു സംഘടനകളും ഇവർക്ക് എന്തെങ്കിലും അമ്മ സംഘടനയിലുള്ള എല്ലാവരെയും പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വീട് വെച്ച് കൊടുക്കുള്ളൂ. അവർക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ, അവർക്ക് വീട്ടിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഇവർക്ക് വേണ്ടി ഈ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഇവർക്ക്. ഇപ്പോൾ സ്റ്റണ്ട് യൂണിയൻ